ഈ താരിഫ് മൂലം ശരിക്കും അടിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് വന്ന ഒക്കെ സാധനങ്ങളൊക്കെ 50% താരിഫൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് വിലയ്ക്കകത്തൊക്കെ വളരെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. അത് നമുക്കിപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങി. ഇതിപ്പോൾ താരിഫിൻ്റെ എഫക്റ്റൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. ഉദാഹരണം ഞാൻ പറയാം, തേങ്ങ നാട്ടിൽ നിന്ന് വന്ന തേങ്ങയാണ്. ഇത് ഫ്രോസ്റ്റായിട്ട് വന്ന തേങ്ങയാണ്. ഇത് 450 ഗ്രാം തേങ്ങയാണ് ഇതിനകത്തുള്ളത്. ഇതിന് പണ്ട് ഒരു $3 അടുത്തായിരുന്നു. താരിഫിന് മുമ്പുള്ള വിലയാണ് പറഞ്ഞാൽ ഏകദേശം $3 അടുത്തായിരുന്നു. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 324, ഏകദേശം 240 രൂപയാണ് ഈ 450 ഗ്രാം തേങ്ങയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് $5 കൂടിയേക്കുവാണ്. അത് താരിഫിൻ്റെ എഫക്റ്റാണ് വന്നേക്കണത്. അല്ലാതെ നാട്ടിൽ തേങ്ങയ്ക്ക് ക്ഷാമോ അല്ലെങ്കിൽ ഇവിടെ തേങ്ങ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ആ താരിഫിൻ്റെ ഇഫക്റ്റാണ് വന്നേക്കുന്നത്. $5 ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് 450 ഗ്രാമുള്ള ഈ ഫ്രോസൺ തേങ്ങയ്ക്ക് കൊടുക്കുന്നത്. അതായത് 440 രൂപയാണ് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് തേങ്ങയുടെ വിലയാണ് ഈ പറഞ്ഞത്, 440 രൂപ. ഇങ്ങനെയാണ് ഈ താരിഫ് കാരണം ഈ സാധാരണ ജനങ്ങളുടെ ബജറ്റിന്, ജീവിത ബജറ്റിന് സാരമായിട്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ കടയ്ക്കകത്തുള്ളത് നോക്കുവാണെങ്കിൽ പല സാധനങ്ങൾക്കും ഇത് നന്നായിട്ട് തന്നെ വില കൂടിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ജീവിത ബജറ്റ് താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നിപ്പോൾ ഈ താരിഫിൻ്റെ കൊണ്ടുള്ള വന്നേക്കുന്നത്.